ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ 5 ജെയിൻ ടെമ്പിൾസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 5, പാലിത്താന ടെമ്പിൾ. ഇന്ത്യയിലെ ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിലെ പാലിത്താനയ്ക്കടുത്തുള്ള ശത്രുജ്ഞയ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ജൈന ക്ഷേത്ര സമുച്ചയമാണ് പാലിത്താന ക്ഷേത്രങ്ങൾ. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കത്തിയവാഡിന്റെ പത്ലിപത്പൂർ എന്നും അറിയപ്പെടുന്നു. ഏകദേശം 900 ചെറിയ ആരാധനാലയങ്ങളുടെയും ഇടതൂർന്ന ശേഖരം ക്ഷേത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നു. നമ്പർ 4, ഗിർനർ. ഇന്ത്യയിലെ ഗുജറാത്തിലെ ജുനാഗഡിലുള്ള ഒരു പുരാതന കുന്നാണ് ഗിർനർ. ജുനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലാണ് ഇതുള്ളത്. ജൈനമതക്കാരുടെ ഏറ്റവും പുണ്യമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. 22ാമത് തീർത്ഥങ്കരനായ ഭഗവാൻ നേമിനാഥൻ സർവജ്ഞാനം നേടിയതും പിന്നീട് മറ്റ് 500 മുനിമാരോടൊപ്പം നിർവ്വാണം പ്രാപിച്ചതും ഇവിടെയാണ്. നമ്പർ 3, ശങ്കേശ്വർ. ജൈനമതക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥങ്ങളിൽ ഒന്നാണ് ശങ്കേശ്വരൻ. ശങ്കേശ്വര പാർശ്വനാഥിന്റെ വിശിഷ്ടമായ വിഗ്രഹത്തിന്റെ ചരിത്രം വളരെ കാലം പഴക്കമുള്ളതാണ്. കർണാടകയിലെ ബലഗാവി ജില്ലയിലെ ഹുക്കേരി താലൂക്കിലാണ് ശങ്കേശ്വർ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഹിരണ്യകേശി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 2, ദിൽവാര തീർത്ത്. ദിൽവാര ക്ഷേത്രങ്ങൾ അഥവാ ഡെൽവാഡ ക്ഷേത്രങ്ങൾ ശ്വേതാംബര ജൈന ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഇവ സോളങ്കി വാസ്തുവിദ്യ ശൈലിയിലുള്ള ഏറ്റവും പ്രശസ്തമായ ചില സ്മാരകങ്ങൾ രൂപപ്പെടുത്തി വളരെ ശുദ്ധമായ വെളുത്ത മാർബിളും കൊത്തുപണികളും ഉപയോഗിച്ചതിന് പേരുകേട്ടതാണ്. നമ്പർ 1, രണക്പൂർ. രാജസ്ഥാനിലെ പാലി ജില്ലയിലെ സാദ്രിക്കടുത്തുള്ള രണക്പൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്വേതാംബര സമൂഹത്തിന്റെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത്. 15ാം നൂറ്റാണ്ടിൽ ഒരു ദിവ്യ ദർശനത്തെ തുടർന്ന് ഒരു പ്രാദേശിക ജൈന വ്യവസായിയായ ധന്നസേത്ത് ആണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.